നിർത്തടി, ഇതെന്താ? ഇത് വല്ല ഡിസ്കോ ഡാൻസിന്റെ ഓഡിഷൻ എങ്ങാനാ? ഇത് തൊഴിലുറപ്പാ. എന്റെ ദൈവമേ, അവിടെ പണിക്ക് പോയോർത്തുള്ളി പച്ചവെള്ളം പോലും കിട്ടില്ല. ഓ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പണിയെടുക്കാനല്ലേ പോണ്? ഇവിടെ വല്ല തണല് എന്ന വല്ല വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം വല്ലതുണ്ടോ നോക്ക്. നമുക്കൊന്ന് തീർന്ന് കാറ്റ് കൊള്ളാം. ആ വാ. ഓ, കൊച്ചമ്മ വരുന്നുണ്ടല്ലോ. മന്ത്രി കൊച്ചമ്മ വരുന്നേ. അല്ല, ഇന്ന് ഓമന വന്നില്ലേ? ഓമന വന്നില്ലാന്നേ. എന്തേ? ഓമനയുടെ കുൾക്കേശത്ത് കാണാനില്ല. അവളുടെ കെട്ടിയ പണിക്ക് പോയിന് അവളെന്തിനു വരാണ്ടിരിക്കണേ? ആ ഷർട്ട് ഫുൾക്കൈ ഷർട്ട് കെട്ടിട്ടുണ്ട് പോയിന്ന്. ഇതിപ്പോ ഒന്ന് രണ്ട് അത് ശരി. ഇപ്പൊ ഇത് ഒന്നും രണ്ടും ദിവസമല്ല, 4-5 ദിവസമായി ഓമന വരാണ്ട്. ഇത് ഞാൻ എന്തായാലും പഞ്ചായത്തിൽ കംപ്ലൈന്റ് ചെയ്യും. നിങ്ങൾ ഓമനയെ കാണണമെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക്. ആ ശരി 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 ശരി. ഇവിടെ ആരും ഇല്ലാവോ? ചേച്ചി 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 ഇതാരത്? തൊഴിലുറപ്പിലെ പെണ്ണുങ്ങളല്ലേ? അതെ, പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പണിക്കാരെ നോക്കി വിടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല പണിക്കാരൊക്കെ തന്നെയല്ലേ? ADS ആണല്ലേ? നന്നായിട്ട് പണിയൊക്കെ എടുക്കൂലേ? നല്ല പണിയെടുക്കണവരാ. ആ അതെ, ഇതാ ഗേറ്റില്ലേ, ഗേറ്റ് അതിന്റെ അപ്പുറത്ത് കാണുന്ന കാടാണ് വെട്ടി തെളിക്കേണ്ടത് കേട്ടോ. ഏത് കാട്? അതാ. ആ പിന്നെ നിങ്ങൾ എന്തിനാ വന്നേ? എന്താ ചേച്ചി ഇങ്ങനെ മനസ്സിലാക്കില്ലാണ്ട്? പണി തുടങ്ങിക്കോട്ടെ. ആ വെള്ളം തരാലോ. ഇത്തിരി കഞ്ഞളായിക്കോട്ടെ. ആ ഇത്തിരി അച്ചാറും കൂടിയിട്ടൊന്നും നല്ലോണം ഇളക്കിയിട്ട് താ ചേച്ചിയെ. ആണോ? അന്ന് കുറച്ച് കാര്യം ചെയ്യാ. കുറച്ച് കഞ്ഞിവെള്ളവും കുറച്ച് ഇതൊക്കെ ആയിട്ട് നിങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള വന്നേക്കട്ടെ. ADS മര്യാദയ്ക്ക് ഇവരെ കൊണ്ട് ആ കാർഡ് മേടിപ്പിച്ചോ, അല്ലെങ്കിൽ ഞാൻ നാളെ തന്നെ പോയി കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ക്ഷമിക്കണേ, എന്റെ പിള്ളേര് എന്റെ മാനം കളയാനായിട്ട്. പണിയെടുക്കാം. ആ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചിട്ട് ടാങ്ക് കലക്കി കൊണ്ടുവരാം. ടാങ്കിൽ വേണ്ട ചേച്ചി, ചെറിയ പാത്രത്തിൽ മതി. കഷ്ടം. എല്ലാവരും ഒന്നോടെ നിന്നേ. ഇന്ന് വൈകിട്ടേ 5 മണിക്ക് എല്ലാവരും വന്നോളൂ. പ്രഭച്ചേട്ടന്റെ റേഷൻ കടയിലേ ഓണക്കിറ്റ് കൊടുക്കുന്നുണ്ട്. ഉണക്കിട്ട് കൊടുക്കണ്ടത്? ഓണക്കിറ്റ് കൊടുക്കണ്ടെന്നല്ല, ഓണക്കിറ്റ് കൊടുക്കുന്നുണ്ടെന്ന്. പിന്നെ ഈ ക്രിസ്മസിന് ഓണക്കിട്ട് കൊടുക്കണേ. നിന്നേ ഒരു കാര്യം കൂടി, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മണ്ടയില്ലാത്ത തെങ്ങിന്റെ മൂട് ഇളക്കി എന്റെ മാനം കളയരുന്നട്ടാ. ശരി, തുടങ്ങിക്കോ. ഒരു കാര്യം കൂടി, രമണി ഒന്നോടെ നിന്നേ. ഏത് വീട്ടിൽ ചെന്നാലും അടുക്കള ചുറ്റിപ്പറ്റിയോളം നിന്റെ നിൽപ്പുണ്ടല്ല, ഇന്നത്തോടെ അവസാനിപ്പിച്ചോളണം. അതൊക്കെ നിർത്തി. ആ അങ്ങനെ ഇപ്പൊ വേണ്ട. ആ ശരി, മീൻകറിയുടെ മണം കേൾക്കുമ്പോ ഞാൻ അറിയാണ്ടൊന്നും നിൽക്കും. ഒരു മീൻകറി ഈ നിലയ്ക്ക് പോയാ. ശരി, തുടങ്ങ്. അല്ല, ഇതുവരെയായിട്ട് നിങ്ങൾ പണിയൊന്നും തുടങ്ങിയില്ലേ? ADS എന്നാ വെള്ളം ഇത്തവണത്തേക്കൊന്ന് മാറ്റാക്കണം ചേച്ചി. ഒരു കാശെടുക്കോ? കൊട്ടയും കൂടി തന്നേക്കും. കൊട്ടയും കൂടി ആയിക്കോട്ടെ ചേച്ചിയെ. നല്ലോണം പണിയെടുക്കണെങ്കിലേ സാധനങ്ങൾ പോരട്ടെ. ആണോ? അല്ല, അപ്പൊ നിങ്ങളുടെ ഈ സഞ്ചിയിലൊക്കെ കൊണ്ടിട്ടുണ്ട്. അതെ, ഈ പണി ഇവിടെ നടക്കില്ല കേട്ടോ. ADS ഇവിടെ നോക്കിയേ. ADS നാളെ രാവിലെ തന്നെ ഞാൻ പഞ്ചായത്തിൽ പോകുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ ഈ വേഷം കെട്ടൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട്. മര്യാദയ്ക്ക് എന്റെ വീട്ടിൽ പറമ്പ് ക്ലീൻ ചെയ്തോ. നിങ്ങൾ എന്നിട്ടത് വികാസം ഇല്ല, അരിവാളില്ല, ഒന്നുമില്ല. പണിക്ക് വന്നേക്കാണ്, ശരിയാക്കി തരണ്ടേ. ചേച്ചി ആ എന്താണ്? ആ ചാളയുണ്ട്.
ഫോർമാലിറ്റി അല്ലടി ഫോർമാലിറ്റി ഇലക്കിട്ടുണ്ടെന്നാ പറയണേ. അതെ അല്ലേ. ഞാനും കൊച്ചു മാത്രമേ ഉള്ളൂ. വല്ല വീട്ടിൽ ഞാൻ മീൻകറിയാണോ ചോദിക്കണേ? നിങ്ങ എന്തിട്ട് പെണ്ണുങ്ങളെ പണിയെടുക്കാൻ വന്നാണോ? അതെ ചേച്ചിയെ നമുക്കൊരു കഴിഞ്ഞില്ല. വലുത് വലുത് ദാവാഴല കണ്ടേ കണ്ട നല്ല കാര്യം. ഞാൻ ചോറ് വെച്ചിട്ടുണ്ടേ. ചോറ് മീൻകറിയും മീൻ വറുത്തതൊക്കെ കൂടി നിന്നെ ഇവിടെ മര്യാദക്ക് പണിയെടുത്തോ. ഞാൻ നാളെ രാവിലെ പോകട്ടെ റിപ്പോർട്ട് എത്ര പവനുണ്ട്? അവിടെ ഇത്ര നല്ല കാലൊക്കെ ഉണ്ടാ. രൂപയായിരുള്ളൂ. കണ്ടാ ഒരു 10,000 തോന്നിക്കൂട്ടോ. സൂപ്പർ സാരി. ഓ ശരിട്ടാ. അല്ല നിങ്ങൾ പണിയെടുക്കണ്ട നമുക്ക്. ശരി ശരി വേഗായിക്കോട്ടെ വേഗായിക്കോട്ടെ വേഗായിക്കോട്ടെ. ഒരു മണിക്കൂറിനകം ഇവിടെ വെട്ടി പണികളൊന്നും നടക്കാത്തെ. ഇതെന്താ പണികളൊന്നും നടക്കാത്തെ? നിങ്ങൾ എന്തോരം നേരായി ഇപ്പൊ ഇത്ര നേരായി വർത്തമാനം പറഞ്ഞിട്ട് നിൽക്കണേ? ചേച്ചി 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 കാണാൻ മുഖം. ചേച്ചിക്ക് എത്ര പ്രായമായി? ചേച്ചിക്ക് മക്കളുണ്ടാ? ഒരാളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. ഓ ഒരു മോളുണ്ടെന്ന് ചേച്ചിക്ക്. അതെ മതി കേട്ടോ. നിങ്ങളുടെ സൂയിപ്പീരൊക്കെ നിങ്ങളുടെ ADS-ന്റെ അടുത്ത് മതി. ADS ഭംഗി നോക്കി നിൽക്കാണ്ട് ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കേ. രണ്ട് നമ്മൾ ആ പ്ലാസ്റ്റിക് പാമ്പിനിട്ട് കഴിഞ്ഞ തവണ ചെയ്തില്ലേ, അത് തന്നെ ചെയ്യാൻ വേണ്ടി അത് ചെയ്യാതെ റെഡി 1 2 3 അതെ അതെ ഒരു കഴിച്ചത്. അതെ ഇതാണ് പണി വേണ്ട. പണിയെടുക്കാൻ വേണ്ടട്ടാ. നിങ്ങളെ ആ പാമ്പിനെ കൊന്നേ വിളിച്ചാ. സാധനങ്ങളൊക്കെ പറക്കിയെടുത്ത് പോവാൻ നോക്കാം. ഇന്ന് രക്ഷപ്പെട്ടു. ഓ സീരിയല് കണ്ടായിരുന്ന കണ്ടില്ലടി കണ്ടു പോയിന്നേ. അറിയാലോ മായ
ഞാനങ്ങ് പോയി വിശ്രമിക്കട്ടെ. മായേ, നീ സീരിയൽ കണ്ടില്ലേ? നീ അതൊന്ന് പറഞ്ഞോൾക്ക്. എനിക്ക് തോണ്ടല് കഴിച്ചിട്ട് വയ്യ. ഞാനൊന്ന് വിശ്രമിക്കട്ടെ. അല്ല, സാധനങ്ങളൊക്കെ പറക്കാൻ വന്നിട്ട് രമണി നീ എല്ലാരും പറക്കില്ലേ? പാമ്പ് ഇവിടെ എടുക്കണ്ടല്ലോ, എന്താ പാമ്പിനെ പറക്കില്ലേ? ഇത്രയും അതിഗംഭീരമായി